നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അമൂല്യമാക്കുവാൻ സന്തുഷ്ടത എന്ന ഗുണം വളരെ ആവശ്യമാണ്. സന്തുഷ്ടത നമ്മൾ ഓരോരുത്തരും സ്വയം അനുഭവിച്ചിട്ട് ബോധ്യമാകേണ്ട ഒന്നാണ്. അതിനി ഭാവിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നേടിയിട്ട് അനുഭവിക്കേണ്ട ഒന്നല്ല. സന്തുഷ്ടത അഥവാ സംതൃപ്തി അനുഭവിക്കുവാനായി മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇതിലൊക്കെ ഞാൻ ഈ നിമിഷം പൂർണ്ണ സംതൃപ്തനാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ട് പിന്നീട് കൂടുതൽ പുരോഗതിയിലേക്ക് പോകുവാനായി നമുക്ക് ശ്രമിക്കാം. ഇത് പറയാനുള്ള കാരണം, എന്തു തന്നെയാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം. പക്ഷെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ജീവിതമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ജനിച്ചപ്പോൾ തൊട്ട് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്നതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കുവാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. എത്ര ദുഃഖകരമായ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എങ്കിലും അതിനെപ്പറ്റി ഓർക്കുന്നത് കൊണ്ട് നമുക്ക് ദുഃഖമല്ലാതെ നമ്മുടെ പ്രസന്റ് മൊമെന്റും കൂടി അത് ഇല്ലാതാക്കും എന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സന്തോഷം നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി എന്ന ഗുണം അനുഭവിക്കുവാനും സാധിക്കും. ഭാവിയിലേക്ക് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യുവാനുള്ള എനർജി നമുക്ക് ലഭിക്കുകയും ചെയ്യും. എപ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേണ്ടേ ചെയ്യുവാനായി? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ശരീരം എന്താ ഇങ്ങനെ ആയത്, എൻ്റെ കൂടെയുള്ളവർ ഇവരാണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മെ അസ്വസ്ഥരാക്കുകയല്ലേ ഉള്ളൂ. കിട്ടിയ ജീവിതത്തോട് പൊരുത്തപ്പെട്ടാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുകയേ ഉള്ളൂ. പിന്നീട് നമുക്ക് പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാമല്ലോ. അല്ലാതെ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയോ എപ്പോഴും മറ്റുള്ളവരോട് മത്സരബുദ്ധി വെച്ച് പുലർത്തുകയോ ചെയ്താൽ നമുക്ക് സ്വയം നമ്മൾ തന്നെ ഒരു ശല്യമായി മാറുകയും ചെയ്യും. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നീട് എന്തെങ്കിലും ചെറിയ സഹയോഗമെങ്കിലും കിട്ടുവാൻ സാധ്യതയുള്ളിടത്ത് നിന്ന് പോലും അത് കിട്ടാതെയാകും. അതുകൊണ്ട് കൂടുതലും ആരോട് നമ്മൾ സംസാരിക്കുമ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് വർണ്ണിക്കാം. എല്ലാം നന്നായി നടക്കുന്നു, അസുഖമുണ്ടെങ്കിൽ അത് ഭേദമായി വരുന്നു, പഴയതിനേക്കാൾ നന്നായി കുറവുണ്ട്. ഈ രീതിയിൽ എപ്പോഴും പോസിറ്റീവായി കാര്യങ്ങൾ വർണ്ണിക്കുവാൻ നമുക്ക് ശീലിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചുരുക്കി അത് അറിയിക്കേണ്ടടുത്ത് മാത്രം അറിയിക്കുകയും ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മളെപ്പോഴും ശുഭകരമായി എല്ലാം നടക്കുന്നു എന്ന ഉത്തരം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും ഏതെങ്കിലും വ്യക്തികൾ നമ്മോട് അടുക്കുന്നില്ല. പണ്ട് വളരെയധികം ഫ്രണ്ട്സ് ആയിരുന്നവരായിരിക്കാം. പക്ഷെ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തമ്മിലുള്ള പരസ്പരം അഭിപ്രായങ്ങൾ മാച്ച് ആകുന്നില്ല എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ അവർ നമ്മിൽ നിന്നും അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മനസ്സുകൊണ്ട് ശുഭഭാവന അർപ്പിച്ച് അവരെ നമുക്ക് അവരുടെ ഇഷ്ടത്തിന് വിടാം. ഇങ്ങനെ ഏതവസ്ഥയിലും ഒന്നും പിടിച്ചു വയ്ക്കുവാൻ നോക്കാതെ വളരെ ഈസി ഗോയിങ് ആയി ഇപ്പോഴത്തെ ഈ സമയത്ത് ഏതൊരു ജീവിതമാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിലെ അനുഗ്രഹങ്ങൾക്ക് ഈശ്വരന് നന്ദി അർപ്പിച്ച് ജീവിക്കുന്നതാണ് സംതൃപ്തി, കണ്ടന്റ്മെന്റ്. ഈ കണ്ടന്റ്മെന്റ് എന്ന ഗുണം നമുക്ക് സ്വയവും വളരെയധികം സുഖം പകരുന്നതാണ്. നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മളോടൊപ്പം വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവര്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്ന് നമ്മളെ തളർത്താനായി നോക്കും. ശരീരത്തിന് രോഗം വരുന്നു എന്ന അവസ്ഥയിൽ പോലും നമ്മൾ കഴിക്കുന്ന മരുന്നിൽ പൂർണ്ണ വിശ്വാസം നമുക്ക് വെക്കാം. കിട്ടിയിരിക്കുന്ന ട്രീറ്റ്മെന്റിൽ പൂർണ്ണ വിശ്വാസം നമുക്ക് വെക്കാം. സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അടുത്തു നിന്നും കടമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവ പരിഹരിക്കുവാനായി പൂർണ്ണമായി നമ്മൾ ശ്രമിക്കുന്നതിനോടൊപ്പം ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നില്ല, കാലതാമസം വരുന്നുണ്ട് എങ്കിൽ അവിടെയും നമ്മൾ മനസ്സുകൊണ്ട് ഡൗൺ ആവാതെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ
ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്താണോ നമുക്ക് നന്നായി ചെയ്യുവാൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ട് ഈശ്വരനെ സമർപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാം. പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സ് മടുത്തത് കൊണ്ടോ കഴിഞ്ഞു പോയ തെറ്റുകൾ, അവ നമ്മിൽ നിന്നും വന്നതാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതാണെങ്കിലും അവയെ മനസ്സിൽ വെക്കുന്നതോ ഒന്നും നമ്മുടെയോ മറ്റുള്ളവരുടെയോ ജീവിതത്തിന് സഹായിക്കില്ല. ഒരു പക്ഷെ നമ്മൾ ഈ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മുടെ ആന്തരിക സംതൃപ്തി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് സ്വയം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ സംതൃപ്തതയോടുകൂടി ജീവിക്കാം. എത്ര ശ്രമിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ക്ഷമ അഥവാ പേഷ്യൻസ് എന്ന ഗുണം നമുക്ക് അവിടെ ശീലിക്കാം. സംതൃപ്തി എന്ന ഗുണം അനുഭവിക്കുന്നതിന് ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, ഏതോ ഒരു സേയിങ്ങിൽ ഈയിടെ വായിച്ചു, നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം പോലും പലരുടെയും സ്വപ്നമായിരിക്കും, ലക്ഷക്കണക്കിന് പേരുടെ സ്വപ്നമായിരിക്കും. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഈശ്വരനും നിമിത്തമായ നമ്മുടെ കൂടെയുള്ളവർക്കുമൊക്കെ നന്ദിയുള്ളവരാകാം. സംതൃപ്തി എന്ന ഗുണം വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നന്ദി, നമസ്കാരം.